കോട്ടയത്ത് എന്താ ഉള്ളേ? ആ പടവലപ്പന്തലല്ലാതെ. കോട്ടയത്തുകാർ നിരന്തരം കേൾക്കുന്ന ഒരു വിമർശനമാണിത്. ശരിക്കും കോട്ടയത്ത് പടവലപ്പന്തലുണ്ടോ? അതറിയില്ലേലും നഗരഹൃദയത്തിൽ കണ്ണായ 2.5 ഏക്കർ സ്ഥലത്ത് വേറൊരു പന്തലുണ്ട്. അതും നല്ല ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പന്തൽ. കോട്ടയം നഗരത്തിൽ ബേക്കർ കോമ്പൗണ്ടിലാണ് വ്യത്യസ്തമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. കോട്ടയത്ത് കൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഇന്നൊരു കൗതുക കാഴ്ചയാണ് ഈ പന്തൽ. ബേക്കർ സ്കൂളിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ടിന് തണലൊരുക്കുന്നത് ഒരു മെത്രാച്ചനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രാവിലെ മുതൽ മണ്ണിനോടും കൃഷിയോടും കലഹിക്കുന്ന ഈ മെത്രാന് ജീവനാണ് കൃഷി. പറഞ്ഞു വരുന്നത് CSI സഭ മധ്യ കേരള മഹാ ഇടവക അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാനെ കുറിച്ചാണ്. കൃഷി ചെയ്ത് ആ വരുമാനവും ഭദ്രാസനത്തിന് നൽകുന്ന ഒരു വ്യത്യസ്ത മെത്രാൻ കൂടിയാണ് അദ്ദേഹം. ബിഷപ്പ് ഹൗസിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെണ്ടയും ചേനയും പാവലും കുക്കുംബറും വാഴയും നട്ട് പരിപാലിച്ച് വിളവെടുക്കുന്ന ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാന്റെ വിശേഷങ്ങളാണ് ഇപ്രാവശ്യം കർഷക സ്ത്രീയിൽ. ബേക്കർ കോമ്പൗണ്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം 2.5 ഏക്കറാണ്. അവിടെ 1300 മൂടുണ്ട്. ഒരു മൂട്ടിൽ 4 ചെടി പിടിപ്പിക്കും. അതാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ 4200 ചെടിയുണ്ട്. ഇപ്പോൾ ഇത് 4ാം വർഷമാണ്. എന്തുകൊണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരു നൂതനമായ കൃഷി രീതിയാണ്. 2, ഈ വവ്വാലൊന്നും അടുക്കത്തില്ല, അതിൻ്റെ മുള്ളുണ്ട്, അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ലാഭകരമാണെന്നുള്ളത് ഒരു കാരണം തന്നെയാണ്. 5 വർഷം നമ്മൾ ചിലവിന് വേണ്ടി മാറ്റിയാലും അടുത്ത 20 വർഷം കിട്ടുന്നത് മുഴുവൻ ലാഭമാണ്. പക്ഷേ മാർക്കറ്റിംഗ് പല മേഖലകളിലും ബുദ്ധിമുട്ടാകുന്നുണ്ട്. സഭയെ സംബന്ധിച്ചോളം മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടേ അല്ല. ഞങ്ങൾക്കൊരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ ഡെയിലി ഒരു 30 കിലോ വെച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇത് പൂത്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ ഫ്ലവറിങ് കഴിഞ്ഞാൽ 30ാം ദിവസം പഴമാണ്. അത് 30 അല്ലെ 31ാം ദിവസം പറിക്കണം. പറിച്ചില്ലെങ്കിൽ കായ് പൊട്ടും. പൊട്ടിയാൽ പിന്നെ ആരും വാങ്ങിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രശ്നം, ഒറ്റ ദിവസം ഒരു 650-700 കിലോ ഫ്രൂട്ടാണ് കിട്ടുന്നത്. അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. അത്രയും കാ കിട്ടിയാൽ എങ്ങനെ വിറ്റഴിക്കും? പിന്നെ മഹാ ഇടവകയ്ക്ക് ഏതാണ്ട് 400ഓളം പള്ളികളുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? അവിടെ ബേക്കർ കോമ്പൗണ്ട് മാനേജറുണ്ട്. മാനേജർ അച്ഛൻ കുറേ അച്ഛന്മാരെ വിളിക്കും. എത്ര കിലോ വെച്ച് വേണമെന്ന് ചോദിക്കും. ഇവിടുന്ന് വണ്ടി പോയി അവിടെ കൊടുക്കുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. എന്നാൽ ഈ വർഷം VHPCക്ക് സബ്സിഡി തന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് കൂൾ ഹൗസ് പണിതു. അതിനെല്ലാം കൂടെ ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം രൂപ ഞങ്ങൾക്ക് ഗവൺമെൻറ് സബ്സിഡി തന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന കായ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. പറിക്കുന്ന കായ നേരെ ക്ലീൻ ചെയ്ത് കൂൾ ഹൗസിലേക്ക് മാറ്റും. ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ള കായ തലേദിവസം വൈകിട്ട് എടുത്ത് വെക്കും. രാവിലെ അത് വിൽപ്പന പോകും. ഏതാണ്ട് 30-35 കിലോ വരെ ഡെയിലി പോകുന്നുണ്ട്. അതുകൊണ്ട് 20 ദിവസം കൊണ്ട് ഞങ്ങളത് വിറ്റ് തീരും. അടുത്ത 10 ദിവസം റിലാക്സ് ചെയ്യും. അപ്പോഴത്തേക്ക് അടുത്ത സെറ്റ് പഴമുണ്ടാകും. ഒന്ന്, ഞാൻ ചെയ്യാതെ എനിക്ക് പ്രചരിപ്പിക്കാനൊക്കത്തില്ല. അതാണൊരു പ്രധാനമായ പ്രശ്നം. ഞാനിത് ചെയ്യുന്നത് കൊണ്ട് ഞാനിത് മാക്സിമം പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞാനിതിനെ വേദശാസ്ത്രപരമായി തന്നെയാണ് കൃഷിയെ കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ ദാനമാണ് ഭൂമി. അത് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതിനെ സംരക്ഷിക്കാനായിട്ടും കാത്ത് പരിപാലിക്കാനായിട്ട് മനുഷ്യനെ ആക്കിയതാണ്. നമ്മളിപ്പോൾ അതിനെ ഭരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുവന്നത്. ചൂഷണം ചെയ്യുക എന്നുള്ള രീതിയിലേക്കായി മനുഷ്യൻ്റെ സ്വാർത്ഥത. അതല്ല, അതിനെ നന്നായി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, കെമിക്കൽസ്, കീടനാശിനികൾ പരമാവധി ഒഴിവാക്കുക, എന്നിട്ട് ജൈവ കൃഷി വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. എനിക്കിവിടെ ഒരു ഡ്രമ്മുണ്ട്. ഡ്രം നിറച്ച് ചാണകവും ഗോമൂത്രവും കടലപ്പിണ്ണാക്കും ഞങ്ങൾ മിക്സ് ചെയ്യും. ഒരാഴ്ച പുളിപ്പിക്കും. പുളിപ്പിച്ച് കഴിഞ്ഞ് ടാങ്ക് നിറച്ച് വെള്ളമാക്കി, ഡ്രിപ്പ് ഇറിഗേഷനാണല്ലോ, അപ്പോൾ അത് പമ്പ് ചെയ്ത് വിടും. ഒരാഴ്ചത്തേക്ക് അതിങ്ങനെ വിടും. ഒരാഴ്ച കഴിയുമ്പം ഞങ്ങൾ പല വിധമാണ്. ഒരു ദിവസം ഈ സ്ലറിക്കകത്തു നിന്നുള്ള വെള്ളം ഞങ്ങൾ കയറ്റി വിടും. 2ാമത്തെ ദിവസം എനിക്ക് മീൻകുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് കൃഷിക്ക് വിടും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ആവശ്യമെങ്കിൽ അല്പമായ രാസവളം കൊണ്ട്, വളരെ മിനിമം. മോഡേൺ ടെക്നോളജി ഉപയോഗിക്കണം.
മൾച്ചിങ് വിത്ത് ഫെർട്ടിഗേഷന് ആ രീതി ഉപയോഗിക്കുമ്പോഴാണ് മിനിമം വളം ഉപയോഗിച്ചാൽ മതി, ലേബർ മിനിമം മതി. വെള്ളമൊഴിക്കാൻ എനിക്ക് ആരും ആവശ്യമില്ല. ഒന്ന് മോട്ടർ ഓൺ ചെയ്താൽ വെള്ളമായി, വളം അതിലൂടെ പൊക്കോളും. കള പറിക്കാൻ ആളിൻ്റെ കുറവ്. അപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത് എല്ലാ മോഡേൺ ടെക്നോളജികളും ഉപയോഗിക്കണം. രണ്ട്, നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മളുടെ കൂടെ അധ്വാനമുണ്ടാകണം. മലയാളിക്ക് ഇന്ന് പലപ്പോഴും എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുന്ന ഒരു ശീലമാണുള്ളത്. നമ്മൾ കൂടെ ചെയ്തെങ്കിലേ കൃഷി ലാഭകരമാവുകയുള്ളൂ. എനിക്കിവിടെ എല്ലാമുണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ കൃഷിയുമുണ്ട്. തുടങ്ങിയാൽ ചേനയുണ്ട്, ചീമച്ചേമ്പുണ്ട്, കണ്ണൻ ചേമ്പുണ്ട്, മത്തനുണ്ട്, വെണ്ടയുണ്ട്, പാവലുണ്ട്, പയറുണ്ട്, ക്യുക്കുംബറുണ്ട്, മുളകുണ്ട്, റെഡ് ലേഡി ഓമകളുണ്ട്. ഇവിടെ കപ്പളം എന്നായിരിക്കും പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഓമയെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സാധനവും നമുക്കുണ്ട് ഒരു വിധത്തിൽ. ബിഷപ്പായി എനിക്കും സമയം കിട്ടുന്നുണ്ട് കൃഷിക്കകത്ത് ഇറങ്ങാൻ. അതൊരു മനസ്സുണ്ടെങ്കിൽ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് അത്യാവശ്യം നടക്കാനുള്ള നടപ്പും കഴിഞ്ഞാൽ കൃഷിക്കകത്ത് ഇറങ്ങാം. കുറച്ച് കൃഷിക്കകത്ത് നമ്മൾ തന്നെ അധ്വാനിച്ചാൽ ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഈ കൃഷിക്കിടയ്ക്ക് ഒന്ന് ഇറങ്ങിയാൽ എന്തൊരു ഊർജ്ജമാണെന്നറിയാമോ. നമുക്ക് ഊർജ്ജം കിട്ടും, കൃഷിക്കും അതൊരു ഊർജ്ജമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും ടെൻഷൻ റിലീസിന് പറ്റിയൊരു കാര്യമായത്.